എല്ലാ സിനിമ എല്ലാവരും ഒരു മമ്മൂക്ക ആരാധകനുണ്ട്. അപ്പോൾ മമ്മൂക്കയുടെ ഇങ്ങനെ ഡേറ്റ് കിട്ടുക അല്ലെങ്കിൽ സിനിമ ചെയ്യാൻ അവസരം കിട്ടുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് പുതുതായിട്ട് എന്ത് ചെയ്യിക്കാം എന്നുള്ള ഒരു തോട്ട് അവിടെ എപ്പോഴും റെലവെന്റ് ആണ്. ഇപ്പോൾ അൻവർ-റഷീദൊക്കെ ഏകദേശം 9 മാസത്തോളം ആലോചിച്ചിട്ടാണ് ഊമയായിട്ട് മമ്മൂക്ക് ഇതൊരു വേഷം കിട്ടില്ല, അങ്ങനെ അണ്ണത്തമ്പിക്ക് ഉണ്ടാകുന്നത്. അപ്പോ ഈ പറഞ്ഞ പോലെ പുതുമ തേടി പോകുന്ന ഒരു നടനിലേക്ക് സിനിമ എത്തിക്കുമ്പോൾ ഒരു മെയിൻ റിസ്ക് ഫാക്ടറാണ് ശരി. അല്ല, ഇപ്പോഴത്തെ ഒരു ടൈം വെച്ച് നോക്കുമ്പോൾ ഓഡിയൻസ് നമ്മളെല്ലാവരും അത്രമാത്രം ഡിസ്ട്രാക്റ്റഡ് ആണ്. അപ്പോൾ ഒരു കോൺസെപ്റ്റ് എഴുതുമ്പോൾ അത് എത്ര നേരം അവരെ ഹുക്ക് ചെയ്ത് ഇരുത്താൻ പറ്റും എന്നുള്ളൊരു ഇന്റൻഷനിലാണ് നമ്മളൊരു കഥ എഴുതുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ ഫിലിം മേക്കേഴ്സിനെ പോലെയും ഒരുപാട് പേര് സ്വപ്നം കാണുന്നത് പോലെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മമ്മൂക്കയെ വെച്ചൊരു പടം ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് എൻ്റെ ആദ്യത്തെ പടം 2012 റിലീസായത്. പിന്നെ 10 കൊല്ലത്തിന് ശേഷം ഭൂതകാലം വന്ന് അപ്പോഴൊക്കെ മമ്മൂക്കയെ വെച്ച് ഒരു പടം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ബട്ട് ബിഫോർ ദാറ്റ് ഒരു കോൺസെപ്റ്റ് ഇറ്റ് ഹാസ് ടു ബി വർത്തി ഓഫ് ഹിസ് ടൈം ടു പോർട്രേ ദാറ്റ് ക്യാരക്ടർ എന്നെല്ലാം. സോ അത് റെഡിയായാൽ മാത്രമേ നമ്മൾ മമ്മൂക്കടുത്ത് പോയിട്ടൊന്ന് ഓക്കെ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഇക്ക, അത് ഞാൻ പറയും ഇക്ക, അത് അപ്പൊ തന്നെ എക്സൈറ്റ്മെന്റ് കാണിക്കും. അങ്ങനെയാണ് അത് ഫോമായി വന്നത്. രാഹുൽ, പ്രമേഹ എന്ന സിനിമയുടെ ടൈറ്റിൽ ഓനോടൊപ്പം തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് അതിന്റെ പോസ്റ്റേഴ്സ്. ഓരോ പോസ്റ്റർ കാണുമ്പോഴും അതിനകത്ത് ഒരുപാട് മിസ്റ്ററീസ് ഒടുങ്ങിയിരിപ്പുണ്ട് എന്നൊരു ഫീൽ കിട്ടുന്നുണ്ട്. അതൊരു ഹൈപ്പാണല്ലോ. നമ്മള് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പ്രേക്ഷകരും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓരോ പോസ്റ്റർ അത്രയും ലെവലാണ്. ഇനി ഒരുപാട് മിസ്റ്റേക്ക് അതിനകത്ത് കൊണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാണുന്ന പോസ്റ്റർ പോലും അത്രയും ഡീറ്റെയിലിംഗ് ആണ്. സിനിമയിൽ ഉള്ള സ്റ്റിൽസ് തന്നെയാണ് നമ്മൾ പുറത്ത് പോസ്റ്റേഴ്സ് ആയി വിട്ടത്. അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എസ്തെറ്റിക് കുഞ്ഞമ്മ എന്ന് പറഞ്ഞ ടീമാണ്. അരുണാണ് അത് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അരുൺ അതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഭൂതകാലത്തിലും പുള്ളി തന്നെയാണ് ഡിസൈൻ ചെയ്ത് തന്നെ. സോ എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്റൻഷൻ. അത് എത്ര നല്ല രീതിയിൽ അത് പോർട്രേ ചെയ്യാൻ പറ്റും, യുണീക്ക് ആക്കാൻ പറ്റും എന്നുള്ള ഇന്റൻഷനിൽ തന്നെയാണ് വി ട്രൈ ടു ഡിസൈൻ ദാറ്റ്. അത് ക്ലിക്കായി. അത് എനിക്ക് ഫസ്റ്റ് മമ്മൂക്കയുടെ ക്യാരക്ടർ പോസ്റ്റർ വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഇങ്ങനെ കാണാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. സോ അതെന്തായാലും എല്ലാവരും കാത്തിരിക്കും എന്നുള്ള. അങ്ങനെയല്ല, എനിക്ക് ഹൊറർ പൊതുവെ ഇഷ്ടമാണ്, ജോണർ ഇഷ്ടമാണ്. കോമഡി ഫിലിംസും കാണും, റൊമാൻറ്റിക് ഫിലിംസും കാണും, പല ജോണറുള്ള ഫിലിംസും കാണും. പക്ഷെ ഈ അടുത്തായിട്ട് കുറച്ചെന്തോ ഹൊററിലേക്ക് ഇത് അങ്ങനെ വിചാരിക്കുന്നില്ല. ഭൂതകാലം കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് പേടിക്കും എന്നുള്ളൊരു ഇന്റൻഷനിൽ വരരുത്. ഹൊററിൽ തന്നെ പല സബ് ജോണേഴ്സും ഉണ്ട്. കോമഡി ഹൊറർ ഉണ്ട്, സൈക്കോളജിക്കൽ ഹൊറർ ഉണ്ട്, പാരനോർമൽ ഉണ്ട്, സ്ലാഷർ ഹൊറർ ഉണ്ട്. അപ്പോൾ ഈ പ്രീവിയസ് ഫിലിമിന് ശേഷം ഇനി എന്ത് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, എന്തൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്നതായിരുന്നു എൻ്റെ തോട്ട് പ്രോസസ്. സോ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. നമുക്ക് രാഹുൽ പറഞ്ഞതുമായി കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.